ഓ സന്തോഷമാടാ. എനിക്ക് സങ്കടം വന്നാൽ എനിക്ക് ഭയങ്കര സങ്കടം. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണം വേറെ എവിടെയെങ്കിലും പോയിരുന്ന കരയെ. നമ്മുടെ വീട്ടുപേരിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് ഗൈസ്. ഇവർക്ക് എല്ലാവർക്കും ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. ആക്ച്വലി ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഭയങ്കര സന്തോഷമുള്ളൊരു ഡേ ആണ്. ഇന്ന് നമ്മുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ്, പാല് കാച്ചാണ് ഗൈസ്. അപ്പം ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ എക്സൈറ്റ്മെൻ്റ് ഒന്നും വരണില്ല. ഞാൻ കുറേ നേരമായിട്ട് എണീറ്റപ്പം മുതൽ ഇങ്ങനെ ഞാൻ ഉറങ്ങിയിട്ടില്ല, എണീക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. രാത്രി ഇന്നലെയൊക്കെ ഫുള്ള് ക്ലീനിങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്കെന്ത് എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത, എനിക്കൊരു സന്തോഷമില്ലല്ലോ. സന്തോഷമുണ്ട്, പക്ഷെ എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് നമ്മൾ വീട് വച്ച് നമ്മളിതാ പാല് കാച്ചായി കയറാൻ പോകുന്നു, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ വിശ്വസിക്കുമായിരിക്കും എപ്പോഴെന്ന് വെച്ചാൽ അവിടെ താമസമായി അങ്ങനെയൊക്കെ ആയിരിക്കും വിശ്വസിക്കണം. പിന്നെ ഇപ്പം എല്ലാവരും വരുമ്പോഴത്തേക്കും ഓക്കെ ഇങ്ങനൊരു സംഭവം വരുമായിരിക്കും. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഉണ്ട്. സന്തോഷത്തിനേക്കാളും എവിടെയൊക്കെ എന്തൊക്കെയോ തകരാറുകൾ പോലെ ഉള്ളിൽ, സങ്കടമാണോ സന്തോഷമാണോ എന്തൊക്കെയോ ലൈക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വികാരമാണ്. അപ്പോൾ ഇന്ന് എന്താ നമ്മൾ ലൈക്ക് ലൈഫ് ലോങ് ഇങ്ങനെ നമുക്ക് വയ്ക്കാൻ പറ്റണം, അല്ലെങ്കിൽ ലൈഫ് ലോങ് നമ്മുടെ എല്ലാവരുടെയും മെമ്മറി, പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെയും മാളുവിൻ്റെയും മെമ്മറിയിൽ നിൽക്കാൻ പോണ ഒരു കാര്യമാണിത്. നമ്മുടെ ഹൗസ് വാമിങ് എന്ന് പറയണത് ഒരുപാട് വർഷത്തെ ആഗ്രഹം ഫൈനലി നമ്മൾ പൂവണിയാൻ പോവാണ് ഗൈസ്. പൂവണിഞ്ഞു, ഞാൻ കയറിയാൽ മതി. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട്. ഇപ്പം നമ്മൾ നമ്മുടെ ഇവിടെ റെൻ്റൽ ഹോമിലാണ് നിൽക്കുന്നത്, നമ്മളെ താമസിക്കുന്ന വീട്ടിലാണ് നിൽക്കണത്. പിന്നെ ഇവിടെ നിന്ന് ഗെറ്റ് റെഡിയൊക്കെ എടുത്തേട്ടാ, ലൈക്ക് ജസ്റ്റ് ഒരു ഇൻട്രോ ഒക്കെ പോലെ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അയ്യോ ഇനി അടുത്ത ഗെറ്റ് റെഡി അവിടെ വെച്ചതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് രോമാഞ്ചം വന്നു സത്യം. സോ നമ്മൾ ഇനി അങ്ങോട്ട് പോകണം ഗൈസ്, കാരണം രാവിലെ നമുക്ക് ഗണപതി ഹോമമൊക്കെ ഉണ്ട്. അപ്പം അറിയായിരിക്കും നമ്മളിങ്ങനെ നമ്മുടെ ഒരു ഇതാണ്, നമ്മളിങ്ങനെ രാവിലെ പാല് കാച്ചി കയറാൻ നേരത്ത് ഗണപതി ഹോമം ചെയ്യും. പക്ഷേ പൊങ്കാലയുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വീട്ടിൽ കയറുന്നത്. അപ്പം ഇതെല്ലാം ഔട്ട്ഫിറ്റ് ഇപ്പം ഹോമത്തിനും ലൈക്ക് പൊങ്കാലയ്ക്കും മാത്രമുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാനും മാളുമൊക്കെ ഇപ്പോൾ ഔട്ട്ഫിറ്റ് മാറ്റി കൊണ്ടുവരും. ഇപ്പം അമ്മ അവിടെ ഉണ്ട്, സാരിയൊക്കെ കൊടുത്ത് തലയൊക്കെ കെട്ടി പൂവൊക്കെ വെച്ച് സുന്ദരിയായിട്ട് പോയിരിപ്പുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടില്ല. പിന്നെ മാളു ഒരുങ്ങാൻ മീൻസ് നമുക്ക് മേക്കപ്പ് അങ്ങനെയൊന്നുമില്ല, കാരണം എന്താ നമ്മൾ പൂജയ്ക്ക് പോവേയില്ലേ, അപ്പം അതിൻ്റെയാണ്. ഇവിടെ സൈഡിൽ ഗോപി കിടന്നുറങ്ങണുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. സോ ഗൈസ് നമുക്ക് നേരെ നമ്മുടെ വീഡിയോട്ട് പോവാം. ഞാൻ ഇരിക്കണുണ്ടോ ഉറങ്ങാതെ കണ്ണൊക്കെ പോയി. മീനില്ലേ, നല്ല മുതുക്ക് ചൂരമീൻ്റെയൊക്കെ കണ്ണ് കണക്കിരുന്നു, ചത്ത മീനാണ്. അപ്പം എനിക്ക് എൻ്റെ കണ്ണിങ്ങനെ കണ്ണാടിയൊക്കെ വന്നു ചത്തില്ല. പക്ഷെ ഞാനിപ്പം എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാകും, കുറച്ചൊന്ന് കഴിയുമ്പോൾ സെറ്റാകും. പക്ഷെ ആ സമയത്ത് ഞാൻ ഒരാളെ കാണിച്ചു തരാൻ കഴിച്ചു. ഞാനും മാളു, നമ്മൾ സിംപ്ലത്തികൾ, നമ്മൾ പാവപ്പെട്ടവർ, നമ്മൾ സിംപ്ലത്തികൾ പാവപ്പെട്ടവർ. വേറൊരാളെ കാണിച്ചു തരാം, വന്നാണമ്മ. അയ്യേ ഇതെന്തൊരു കല്യാണോ ഇങ്ങനെ നാണിച്ച് ചിരിച്ചോണ്ടൊക്കെ വരെ. എന്നെ നോക്കാതാണല്ലോ, നോക്കൂ. ഇത്രയും നാൾ ഞാൻ എല്ലാവരെയും ഗെറ്റ് റെഡി എടുത്തിട്ടേ ഉള്ളൂ. എല്ലാവരും ഫംഗ്ഷൻ്റെ ഗെറ്റ് റെഡി, എല്ലാവരും ഫംഗ്ഷൻ ഒരുപാട്. അതായത് നമുക്ക് ഫസ്റ്റ് നമ്മളെ ഫംഗ്ഷൻ ഞാനുമ്പോൾ ഇരിക്കണുണ്ടാ. അമ്മ പോയി തലയൊക്കെ കെട്ടി, നിഷ ചേച്ചി തലയൊക്കെ കെട്ടിക്കൊടുത്ത് സാരിയൊക്കെ ഉടുപ്പിച്ച് സുന്ദരിയാക്കി വിട്ട്. ഇത് മതിയോ കയ്യിൽ വള? സന്തോഷം കാരണമാണ്, എക്സൈറ്റ്മെൻറ്റ് കാരണമാണ്. സോ ഗൈസ് നമുക്ക് പൂജാരി വന്ന് നമുക്കിനി പൂജയിലോട്ട് കിടക്കാം. ഇനി നോ മ്യൂസിക്, ഒള്ളി പ്രാർത്ഥന.
അങ്ങനെ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്ന് നിഷ ചേച്ചിയുടെ അടുത്ത് പോയി തലയൊക്കെ കെട്ടി മാളും കിട്ടി. മാളോട് ഒരുങ്ങണേ ഉള്ളൂ. പോയിട്ട് വന്ന് ഞാൻ ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. കമോൺ ഗൈസ്. അതിന് മുമ്പേ നിങ്ങൾ വീട് കാണണം. വീട് കണ്ടിട്ട് നമുക്ക് ഇവിടുത്തെ ഓരോരോ കാഴ്ചകൾ കാണാം. ഇതെൻ്റെ അമ്മയുടെ അച്ഛൻ, കാർത്തികേൻ്റെ അച്ഛനും അമ്മ. അവരങ്ങനെ കാണുന്ന കുറവാണ്. ആ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവര്. ഓ സന്തോഷമാടാ. എനിക്ക് സങ്കടം വന്നു. എനിക്ക് ഭയങ്കര സങ്കടം. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണം വേറെ എവിടെയെങ്കിലും പോയിരുന്ന കരയെ. ഇതാ ഇവിടെ അറിയാം. ഞാൻ എന്ന് കാണണോണ്ട് എനിക്കറിയാം. കണ്ട ഇതാണ് അനിയത്തിയുടെ റൂം. ഓ ഇതവളെ റൂം. ഈ 10 പറയട്ടെ മാറിക്കാണ്. എല്ലാം കഴിഞ്ഞിട്ട് താമസിച്ചു വന്നവർ. എല്ലാം കഴിഞ്ഞ് ചുമ്മാ രാവിലെ 6 മണിക്കാണ് ഇവിടെ നിന്ന് പോയത്. അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. എക്സ്ക്യൂസ്. മുണ്ടെടുത്തേക്കണൊക്കെ ഒരുപാട് പേര് അറിയട്ട്. നമ്മളെ ഇൻറ്റീരിയർ ടീം നിന്നോ, ഇവരാണ് നമ്മളെ ഇൻറ്റീരിയർ ടീം. ഇവരെല്ലാവരുമാണ് ഗൈസ് നമുക്ക് ഇൻറ്റീരിയർ അടിപൊളിയായിട്ട് ചെയ്തു തന്നത്. പിന്നെ സ്പെഷ്യൽ താങ്ക്സ് ടു പുട്ടുക്കുറ്റി അരവിന്ദ്. കാരണം എല്ലാ പണിക്കും നന്ദു കൂടെ ഉണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളും എടുക്കാനും കൂടെ വന്ന് സെലക്ടൊക്കെ ഹെൽപ്പ് ചെയ്തു. താങ്ക് യു സോ മച്ച്. അക്ഷയുടെ അമ്മയാണ്. അപ്പം നമ്മൾ പറയുന്നത് അമ്മ അക്ഷയെ കുറിച്ച് നമ്മൾ 2 വാക്ക് പറയുന്നതാണ്. പൊക്കി പറയാം. ഓക്കെ, സത്യം പറഞ്ഞാൽ ഗൈസ് ഞാൻ പറയാം, അവൻ വീടിന് വേണ്ടിയിട്ട് ഇത്രയും നല്ല ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് ഇന്നലെ വരെ വൈകിട്ടല്ല ഇന്ന് വെളുപ്പാങ്കാലം 6 മണി വരെ ഇവിടെ എല്ലാം നിന്ന് ഞങ്ങളൊക്കെ അവിടെ ഇരിക്കണം. എനിക്ക് ചെമ്മയൊക്കെ ഓടി നടന്ന് തൂത്ത് എല്ലാം ചിലപ്പോൾ ഞാൻ ചോദിച്ചു എല്ലാ വീട്ടിലും ചെയ്യുമോ? അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത്രയ്ക്ക് സൂപ്പറായിട്ട് ചെയ്തു തന്നു. താങ്ക് യു സോ മച്ച്. ഒന്നും പറയില്ലേ? പറ. എനിക്കും ഭയങ്കര അഭിമാനമാണ് ഗംഗയുടെ വീട് ചെയ്യാൻ കിട്ടിയതിൽ. പിന്നെ എല്ലാം
ദൈവത്തിന്റെ ഒരു ഭാഗ്യം. ഓ, നമ്മള് പറഞ്ഞു നമ്മളെ വീടിന്റെ ഐശ്വര്യം അക്ഷയാണെന്ന്. സത്യം നമ്മൾ പറയണുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര പ്രൗഡായിരുന്നതൊക്കെ കണ്ടിട്ട്. അക്ഷയ്ക്ക് ഇത്രയും കഴിവുള്ള കാര്യം അമ്മ ഇന്നാണ് അറിയണേ. നമ്മ ഇന്ന് ആദ്യമായിട്ടല്ലേ അക്ഷയുടെ പാല് വെച്ച് വേണം. പോയി വേറെ ഞാൻ പോയില്ല, ഇവിടെ ഞാൻ ഒരിടവും പോയില്ല. എങ്ങനെ പോകാറില്ല, ഞാൻ ഒരിടം പോകാറില്ല. പിന്നെ ഫസ്റ്റ് ഗംഗ വിളിച്ച് അതെ, വല്ലാത്തൊരു സ്വന്തമായിട്ട് വെക്കും പോലെ സ്വന്തം വീട് പോലെ വച്ച് ഞാൻ അക്ഷയ്ക്ക് പേടിയാണ്. ഞാൻ വിളിക്കുമ്പോ എന്ത് പൊളിക്കാൻ പറയണമെന്ന്. ഞാൻ ഇപ്പൊ അത് വേണ്ട അക്ഷയ എന്ന് പറഞ്ഞാൽ അപ്പം അത് അക്ഷയ ഇടിച്ചു തരത്തിട്ട് വേറെ വെച്ച് തരും. അത്രയ്ക്കും നല്ലപോലെ എൻ്റെ കൂടെ കോഓപ്പറേറ്റ് ചെയ്ത് നിന്നു. താങ്ക് യു. നന്ദി മാത്രമേ ഉള്ളൂ, അല്ലേന്നല്ലേ? നന്ദി മാത്രമേ ഉള്ളൂ. നന്ദി മാത്രമേ ഉള്ളൂ. പണ്ടേ ഞാൻ നന്ദി മാത്രമേ പറയാറുള്ളൂ. ഒരു വലിയ ബില്ല് വരാണ്ടെന്ന്. താങ്ക് യു. ഇപ്പൊ എൻ്റെ 5ാമത്തെ താങ്ക് യു ആണ്. അമ്മ പറ അമ്മ അക്ഷയ വർക്കിനെ കുറിച്ച്. എനിക്ക് പറയാൻ വാക്കുകളില്ല അക്ഷയെ കുറിച്ച് പറയണെങ്കിൽ. അക്ഷയ് നമ്മൾ സന്തോഷത്തിൽ രാത്രിയും പകലും നല്ല ഒരുപാട് കഷ്ടപ്പെട്ടു നമുക്ക് വീട് വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനുമാണ്. അപ്പൂപ്പൻ വന്നണ്ട അപ്പൂപ്പൻ വന്ന ഉടനെ ചോദിക്കും അക്ഷയ് അക്ഷയ് അക്ഷയ്, മന്ത്രം കണക്കാണ് അക്ഷയ് 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 അക്ഷയ്. അമ്മയും ചോദിക്കും അക്ഷയ് അക്ഷയ് അക്ഷയ്. ഇത്രയ്ക്ക് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. ഇന്റീരിയർ ഡിസൈനറെ കുറിച്ച് 10 പറയാം. ആക്ച്വലി ഇത് ഇന്റീരിയർ ഡിസൈനർ മാത്രമല്ല, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള നിലയിൽ നിന്ന് നേരെ ഇന്റീരിയർ ഡിസൈനിലോട്ട് വന്ന് അരവിന്ദാണ് എനിക്ക് അക്ഷയെ സജസ്റ്റ് ചെയ്തത്. ഇവർ കൊച്ചുനാളിൽ മുതലുള്ള ഫ്രണ്ട്സാണ്. പിന്നെയെന്ന് പറയണത് ഗായ്സ്, എൻ്റെ എല്ലാ സാധനം എടുക്കാനും, മെത്ത എടുക്കാനും, ഇൻറ്റീരിയർ സാധനം എടുക്കാൻ, മീൻസ് എന്തോന്നൊക്കെ ഡെക്കർ സാധനം എടുക്കാൻ എല്ലാത്തിനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എല്ലാത്തിനും സജഷനൊക്കെ തന്ന് താങ്ക് യു. എനിക്കത് കണ്ടിട്ട് എനിക്കത് പറയാൻ തോന്നില്ല. കാരണം എപ്പോഴും നമ്മൾ ഫണ്ണായിട്ട് പറയാൻ തോന്നല്ല. താങ്ക് യു. അമ്മ നന്ദുവിനെ കുറിച്ച് 2 പറയാം. 2 വാക്ക് നന്ദുവിനെ കുറിച്ച്. എല്ലാവർക്കും ചിരി വരും നന്ദുവിനെ കുറിച്ച് അറിയാമ. സത്യം പറയും, ഇവിടെ എല്ലാവരും ഇന്ത്യയിൽ നന്ദുവാണ്. ഞാൻ പറഞ്ഞു നന്ദു അരവിന്ദാണ് ചെയ്തത്. ചുമ്മാ എല്ലാവരും വിചാരിച്ച് നിനക്ക് അതിനുള്ള കാലിബർ ഇല്ലെന്ന്. പക്ഷെ ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും പറഞ്ഞു പൊളി. ഞാൻ കാണിച്ചു തരാം, എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് എല്ലാം കാണിച്ചു തരാം. 2 പേരുമാണ് നമ്മുടെ ഈ വീടിന്റെ ഐശ്വര്യം. അവ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ എടുക്കാൻ അവൾ ഒറ്റയ്ക്ക് പോവേണ്ടി ഒന്നും എടുക്കാൻ അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. സ്റ്റിക്കിൻ ഡ്രസ്സൊക്കെ ഞാൻ എടുത്തോണ്ട് വരാം. ഇതിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല. നന്ദുവാണ് എല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാം നല്ല സാധനങ്ങളൊക്കെ എടുപ്പിച്ചത്. മിടുക്കൻ. താങ്ക് യു. മുതുക്കരായ മിടുക്കന്മാർ. താങ്ക് യു. അങ്ങനെ ഗായ്സ്, നമ്മളെ എന്തിനു പറയാനുള്ളതിനാ വാ അക്ഷയ് വാ. എനിക്കറിഞ്ഞൂടെ എങ്ങനെ പറയണോന്ന്. അക്ഷയ് നമ്മളെ പിടിച്ചാണമ്മ. എല്ലാത്തിനും നന്ദിയുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും തീരൂല. ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കും. അത് ഇന്റീരിയർ ഡിസൈനിന്റെ അടുത്താണ് എനിക്ക് 10 പറയാനുള്ളത്. താങ്ക് യു. കനമുണ്ടോ? വെയിറ്റ് ഉണ്ട്. അടുത്തത് ഇന്റീരിയർ ഡിസൈനർ. പണി തീർന്നില്ലല്ലോ. തുടക്കം മുതൽ ഈ നിമിഷം വരെ എല്ലാത്തിനും കൂടെ നിന്നതിനും എല്ലാം നിന്ന് അങ്ങനെ കൂടെ അല്ല. നന്ദു ആണ് എനിക്ക് അക്ഷയ സജസ്റ്റ് ചെയ്ത് തന്നത്. അതിന് ആദ്യം നന്ദുവിന്റെ അടുത്ത് താങ്ക്സ്. സംഭവം തന്നെ ഇവിടെ അത് ചേട്ടാ എന്താണെന്നറിയോ, എല്ലാരും ഇവിടെ കാണുമ്പോ എന്നറിയുമോ അരവിന്ദ്. അപ്പൊ എല്ലാരും ചുമ്മാ യവനാ അങ്ങനെ എല്ലാരും എല്ലാരും എന്നെക്കാൾ വലിയ ട്വിസ്റ്റ് എന്താ, ഇതാണ് അക്ഷയുടെ അമ്മ. അതായത് അമ്മ വരെ ഞെട്ടിപ്പോയി വീഡിയോ ഉണ്ട്. ഇങ്ങനെ ചെയ്യുമെന്ന്. താങ്ക് യു. ഞാനേ കാല് തൊട്ട് തൊഴുതോ.
ഒരുപാട് വർക്ക് ഉണ്ടാവട്ടെ, ഒരുപാട് വർക്ക്. മീനാക്ഷിന് അനിയെത്തി. ഇത് എന്റെ ചേട്ടൻ, നമ്മുടെ ചേട്ടനും പാർവതി ചേച്ചി. ഹലോ. അവള് വരച്ച പെയിന്റ് ചെയ്യാൻ നമ്മള് കാണാൻ വേണം എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ്. ഓക്കെ, ഇതേ കൂടെയാടാ. ഇടി എഴുതിയെ കൊണ്ടുവന്നാടി. ഇംഗ്ലീഷ് ആണെങ്കിൽ വേണ്ട, വായിക്കൊള്ളത്ത് ഇംഗ്ലീഷ് ആണ് എഴുതാനാ. ഞാനത് 2 ദിവസം എടുത്ത് വായിച്ച് പഠിച്ച് പറയേ. വേണ്ട വേണ്ട, ഇത് ഞാൻ ഭയങ്കര പ്രൈവറ്റ് ആയിട്ട് വായിക്കാനുള്ളല്ലേ അല്ലേ, പേഴ്സണൽ ആയിട്ട്. അതാ ഫീലോടെ വായിക്കണം. ചെയ്തേനാടി നീ ഇത്? നിന്റെ അർത്ഥം പറ. കോയ് ഫിഷ് എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ട്രഡീഷനിലും ചൈനീസ് ട്രഡീഷനിലും ഒക്കെ പ്രോസ്പെരിറ്റി, അതുപോലെ ഐശ്വര്യം കൊണ്ടുവരാ, വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരാ. ഇപ്പൊ 3 കോയ് ഫിഷ് എന്ന് പറഞ്ഞാൽ വീട്ടില് ഏറ്റവും കൂടുതൽ ലക്ക് കൊണ്ടുവരുന്നതാണ് 3 കോയ് ഫിഷ് എന്ന് പറയുന്നത്. 3 കോയ് ഫിഷ് അപ്വേർഡ് പോകുന്നതെന്ന് പറഞ്ഞാല് യു ആർ റൈസിങ് എന്നാണ് അർത്ഥം. എനിക്ക് ഇത്രയ്ക്കുള്ള വിവരമൊന്നും ഇല്ലായിരുന്നു. ഇത് മീനാക്ഷി എവള് വരച്ചത്. ഇതിന്റെ അർത്ഥം ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇത് നമ്മൾ 3 പേരുമാണ് അല്ലേ? ഇതമ്മ, ഈ മുതുക്ക് നിങ്ങളാണ്, മുതുക്ക് മീന്. ഇത് ഞാനും മാളും. അമ്മ നമ്മള് എഡിറ്റൂടെ പറഞ്ഞാണ്ട് ഞാൻ തരുന്നു. ഇതെന്താന്ന് വെച്ചാൽ ബേസിക്കലി വീട്ടിലെ നിങ്ങൾക്ക് സന്തോഷത്തിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഓ മുതുക്കി. ഇതെങ്ങനെയാണ് ഞാൻ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണത്? കോയി ഫിഷാ? കോയഫിഷ്യന്റ്. ഒരു 4 വർഷമായിട്ട് എനിക്ക് ഗംഗ അറിയാം. ഞങ്ങൾ ഒന്നിച്ച ഒരു സ്ഥലത്ത് പഠിച്ചത്. അതിന് മുന്നേ എൻ്റെ കോളേജിൽ ജൂനിയർ ആയിരുന്നു. പക്ഷെ നമ്മൾ തമ്മിൽ കണ്ടിട്ടൊന്നുമില്ല. ആൾക്കെന്നെ അറിയായിരുന്നു എന്നാണ് തോന്നുന്നത്. അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. പക്ഷെ എനിക്ക് ഗംഗ അറിയത്തില്ലായിരുന്നു. പക്ഷെ എൻ്റെ അനിയൻ പറഞ്ഞിട്ട് എനിക്ക് ഗംഗ അറിയാം. യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ആളുമായിട്ട് കേട്ട് പരിചയം ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഒന്നിച്ചൊരു സ്ഥലത്ത് പഠിക്കാൻ പോയപ്പോഴാണ് കണ്ടുമുട്ടിയത്. പക്ഷെ ആ ഫസ്റ്റ് ഡേ മുതൽ ഇങ്ങനെ ഒട്ടിയിരിക്കാൻ തുടങ്ങിയതാണ്. ഭയങ്കര ക്ലോസ് ആയിരുന്നു ആള്. ഞാൻ അങ്ങനെ പെട്ടെന്ന് കയറി സംസാരിക്കുന്ന ആളല്ല. പക്ഷെ ആ ഗംഗ ഭയങ്കരമായിട്ട് സംസാരിക്കും, ഭയങ്കരമായിട്ട് ക്ലോസ് ആണ്. ഒത്തിരി സംസാരിക്കും, സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഒരു നേരം പോലും വാടിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കൊച്ചിന്. ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പം മുതൽ അവരുടെ സ്റ്റോറീസ് എല്ലാം ഇങ്ങനെ കേട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചേട്ടനോട് ഒത്തിരി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടില്ല. പിന്നെ ഗംഗ അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആളിങ്ങനെയാണ്, ഭയങ്കര പാവം കൊച്ചാ എന്നൊക്കെ ഒത്തിരി ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യം. അപ്പം ആ ചേട്ടൻ ഓക്കെ. അതിനുശേഷമാണ് ചേട്ടൻ ഗംഗയെ പരിചയപ്പെട്ടതും. അപ്പം മുതൽ ചേട്ടനും പറയും അവളങ്ങനെയാ, അവളിങ്ങനെയാ. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പറയും, ഞാൻ ചോദിച്ചില്ലേലും വന്ന് പറയും. അപ്പൊ അന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരാഗ്രഹം തോന്നുമല്ലോ, ആള് ഇത്ര ഹാർഡ് വർക്കിംഗ് ആണ്, എന്തെങ്കിലും എവിടെയെങ്കിലും എത്തും, ആളുടെ കഷ്ടപ്പാടൊക്കെ മാറി വേറൊരു പൊസിഷനിലോട്ട് വരണം എന്ന് നമുക്ക് തോന്നുമല്ലോ. അങ്ങനെ അന്നും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു അനിയത്തിയെ പോലെ ഭയങ്കര സ്നേഹമുള്ള കൊച്ച. അപ്പോൾ അവളിപ്പം പുതിയ വീടൊക്കെ വെച്ച് സന്തോഷമായിട്ടിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പിയാണ്. ഈ പറഞ്ഞ കണക്ക് തന്നെ ആദ്യം എൻ്റെ അടുത്ത് ഗംഗയെ പറ്റിയിട്ടൊക്കെ പാർവതി പറയുമായിരുന്നു. പറഞ്ഞ സമയത്ത് ഞാൻ ഓ ശരി എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരിക്കൽ എറണാകുളത്തുനിന്ന് ഇങ്ങോട്ടൊരു ട്രിപ്പ് വന്നു. ആ വരണ വഴിക്കാണ് ഗംഗയുടെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് ഒരു 7-8 മണിക്കൂർ ഫുള്ള് നമ്മൾ സംസാരിച്ചു വിടുന്നുണ്ട്. പിന്നീടുള്ള ദിവസം ഞാൻ അവളുടെ അടുത്ത് അങ്ങോട്ട് പറയും ഗംഗയെ പറ്റി, എടാ അത് പിന്നെ ഗംഗേ, പാർവതി അത് പിന്നെ ഗംഗേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്ഥിരം. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ ആയി. പിന്നെ ഗംഗയൊക്കെ എവിടെ വെച്ച് കണ്ടാലും ചോദിക്കും വീട് എന്തായി. അങ്ങനെ സത്യം പറഞ്ഞാൽ അന്ന് തൊട്ട് നമ്മളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാർത്തികുമായിട്ട് സംസാരിക്കുമ്പോഴും നമ്മൾ എപ്പോഴും അത്രയ്ക്കും ഒരു ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ്. അപ്പൊ ഇന്നത്തെ ദിവസം ഗംഗയെ പോലെ തന്നെ ഞങ്ങളും വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിവസമാണ്. ഇന്ന് കണ്ടപ്പോഴും ഞാൻ പറഞ്ഞ ഗംഗ എത്രത്തോളം സന്തോഷിക്കുന്ന അതുപോലെ സന്തോഷിക്കുന്ന ആൾക്കാരിൽ കുറച്ച് ഒരാളാണ് സന്തോഷിക്കുന്ന ഒരുപാട് പേരിൽ ഒരാളാണ് ഞങ്ങളും. അത്രയൊക്കെ ഉള്ളൂ. ഇത്തവണ ഭയങ്കര സന്തോഷം. അമ്മയുടെയും അവളുടെ അനിയത്തിയുടെ ഒക്കെ സന്തോഷം കാണുമ്പോൾ നമുക്കും അതിന്റെ കൂടെ പങ്കാവാൻ പറ്റിയ നല്ലൊരു
നല്ലൊരു ദിവസം എന്ന് പറയാം. നമ്മുടെ വീട്ടുപേരിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് ഗൈസ്, ഇവർക്ക് എല്ലാവർക്കും. ഓക്കെ, ആർക്കെങ്കിലും അർത്ഥം അറിയാമോ? വേണ്ട വേണ്ട, നീ വേണ്ട. അതെ, അഭിനയിക്കൊന്നും പറയും, ചളാക്കരുത്, ഓവർ ആക്ട് ചെയ്യരുത്. ഓക്കെ ഗൈസ്, ഞാൻ അർത്ഥം പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ചോദിക്കും ക്വസ്റ്റ്യൻ. സന്ധ്യര സ അല്ല, സന്ധ്യര സദ്, സന്ധ്യര സദ്, ഗംഗര ഗ, മാളു, മാളു എന്ന് പറയണ എന്റെ അനിയത്തി, ഗൗരിര, ഗൗരിയല്ല മാളുവിന്റെ അമ്മ, സന്ധ്യര ലാസ്റ്റ് തയ്യ, സന്ധ്യ. അങ്ങനെ ഒരാൾക്കെങ്കിലും ഏറ്റത്. അപ്പൊ ഇത് പറഞ്ഞിട്ട്, ഇതാണ് സദ്ഗമയ എന്ന് വെച്ചാൽ സന്ധ്യയിൽ തുടങ്ങി സന്ധ്യയിൽ അവസാനിക്കുന്നു. മനസ്സിലായോ? സൂപ്പർ അല്ലേ, സൂപ്പർ അല്ലേ? മനസ്സിലായി. അടുത്തത് ഇത് കണ്ട 3 പേര്, ഈ നടുക്കിരിക്കണ അമ്മ, ഈ പുള്ളി ഫ്രോക്ക് മാളു, പ്ലെയിൻ ഫ്രോക്ക് ഞാൻ. ആണ്ട് ഓക്കെ, ഇത് അക്കു അബി, എന്റെ മുറപ്പയ്യന്മാര്, അക്കു അബി. അത് ഭാവിയിൽ പറയാൻ ഞാൻ ആരൊക്കെയാണ്. നിങ്ങളൊക്കെ തിരിഞ്ഞില്ല, നിങ്ങൾ രണ്ടുപേരും മാത്രം നോക്കിയില്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. എടാ പറയടാ, എങ്ങനെ ഉണ്ടോ മേലെ? കൊള്ളാം കൊള്ളാം. ഇത് ഞാൻ വീട്ടുപേര് എന്തേലും സജഷൻ ഉണ്ടാന്ന് വെച്ചപ്പോ യൂട്യൂബിൽ എനിക്ക് എല്ലാവരോടും സജസ്റ്റ് ചെയ്താണിത്. ഇതും യൂട്യൂബ് സജഷൻ, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടെ സജസ്റ്റ് ചെയ്ത്. പക്ഷെ സന്ധ്യയിൽ തുടങ്ങി സന്ധ്യയിൽ അവസാനിക്കും ഞാനാണ് കണ്ടുപിടിച്ചത്. പിന്നെ ഗോപികയുടെ അമ്മ, എന്റെ ബെസ്റ്റിയുടെ അമ്മയും കൂടെ സജസ്റ്റ് ചെയ്തിട്ട്. തിരിഞ്ഞില്ലേ മനസ്സിലായല്ല. എങ്ങനെയുണ്ട്? കൊള്ളാമല്ലോ. നീൻ ചേട്ടാ ഇത് ആരത്? ആരത്? ബ്ലർ ചെയ്തോളേ മനുഷ്യന്. ഇങ്ങനെ ഒരാളോട് ഉണ്ടായിരുന്നില്ല. കൊള്ളാമോ? ഞാനോട് പറ, നന്ദു ചേട്ടൻ പറ. നന്ദേട്ടൻ പറ. നന്ദേട്ടൻ. കാർത്തികേയൻ എന്റെ അടുത്ത് പറഞ്ഞ് വയസ്സിന് മൂത്തൊരു ചേട്ടാന്ന് വിളിക്കുള്ളൂ. നന്ദേട്ടൻ പറ. അഭിയനി അനന്തേട്ടൻ കൊച്ചിർക്ക. ക്രെഡിറ്റ് സബ്സ്ക്രൈബേഴ്സിനാണ്. ഇയാളെ ബ്ലർ ചെയ്തോളാണ്. അത് ഫസ്റ്റ് ഇത് ഓവർ ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് നേരിട്ട് കണ്ടെന്ന്. ഓക്കെ, സോ ഗൈസ്, പേക്കപ്പ് ഇത് വേണ്ട. ഇംഗ്ലീഷ് ആണ് കുറച്ച്. ഞാൻ ഗംഗയെ പരിചയപ്പെടുന്നത് 2 വർഷമായി പരിചയപ്പെട്ടിട്ട്. അപ്പം അന്ന് തൊട്ട് അവളെ ഒരു ഡ്രീമാണ് ഈ വീട് വയ്ക്കുന്നതെന്നുള്ളത്. അപ്പം സന്തോഷമുണ്ട്, കാരണം അവളെ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ആ വീട് പണിയത്. കാരണം സ്റ്റേജ് 1 തൊട്ട് ഞാൻ കാണുന്നത് അവളതിന് കുറേ വേണ്ടി അത്രയും കഷ്ടപ്പെട്ട് ഓടുന്നത്. അപ്പം സോ ഹാപ്പി ഫോർ ഹർ. ഏകദേശം ഒരു 2 വർഷക്കാലമായിട്ട് ഗംഗ അറിയാം. അപ്പോൾ ഇന്ന് അവളുടെ വലിയൊരു ഡ്രീം കം ട്രൂ ദിവസമാണ്. അവളുടെ വീട് പാലേജാണ്. ഫ്രണ്ട്സ് എന്ന നിലയിൽ ഞങ്ങളെല്ലാവരും വലിയ ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. അവളുടെ ആ ഒരു എഫർട്ട് അവളിട്ടത് എല്ലാം ഇനി നന്നായി വരട്ടെ. അവൾ ഓൾ ദി ബെസ്റ്റ് ഗംഗ. ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ. കാരണം ഗംഗേച്ചി ഒരു 1.5 വർഷമായിട്ട് ഇതിൻ്റെ പുറകെയാണ്, വീട്ടിൻ്റെ പുറകെ. ഭയങ്കര ടെൻഷൻ അനുഭവിച്ച് എന്തുണ്ടെങ്കിലും വിളിച്ച് പറയും, എന്നെ വിളിക്കും, സങ്കടം പറയും, എടാ ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ ഇപ്പം ഭയങ്കര ഹാപ്പിയാണ്. ഗംഗേച്ചി മാത്രമല്ല, ഗംഗേച്ചിയുടെ അമ്മ,
അനിയത്തി, നമ്മളെല്ലാവരും, നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഒരു എന്താ പറയുക, സക്സസ് എന്ന് പറയാം. ശരിക്കും ഇതൊരു സക്സസ് ആണ്. വീടിൻ്റെ ബാക്കി വീഡിയോസ് നിങ്ങൾ കാണും, നമ്മൾ അതൊന്നും റിവീൽ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ബാക്കി വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ഗംഗേജി പഴയ വീട്ടിൽ താമസിക്കുമ്പോഴും ഭയങ്കര ഹാപ്പിയാണ്, ഇപ്പം അതിലേറെ ഹാപ്പിയാണ്. ഞാൻ ഗംഗേജിയുടെ പഴയ വീട്, നിങ്ങൾ പഴയ വീട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വീട്ടിൽ ഞാൻ നിന്നിട്ടുണ്ട് ഗംഗേജിയോടൊപ്പം. നമ്മളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും അവിടെ നിന്നിട്ടുണ്ട്. അവിടെ രണ്ട് റൂമും ഒരു കിച്ചണും മാത്രമുള്ളൊരു വീടാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഗംഗേജി ഇതുപോലെ തന്നെയാണ്, ഭയങ്കര ഹാപ്പി. നമ്മളെല്ലാം നന്ന അടിപൊളിയായി ട്രീറ്റ് ചെയ്യും. ഇവിടെ ഇപ്പോൾ വരുമ്പം അതിനെക്കാട്ടി നമുക്കും സന്തോഷം, ഗംഗേജി സന്തോഷം, ഹാപ്പി. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു ഒരു സ്വന്തമായിട്ടൊരു വീട്. അവൾ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വീട് വയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയാലും വലിയ സന്തോഷമുണ്ട്. നമ്മളൊന്നും ഈ ഒരു ഏജിൽ ഇത്ര എഫേർട്ട് എടുത്തിട്ടില്ല. കാരണം അവളൊരു പെണ്ണാണെങ്കിൽ പോലും അവൾ ഒരുപാട് സഹിച്ചും ത്യജിച്ചുമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വന്നത്. അപ്പോൾ നല്ല സന്തോഷമുണ്ട്. ഗംഗയുടെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ദിവസമാണെന്ന്. അവളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടുള്ള ഒരു വീടെന്നുള്ളത്. ഇന്ന് അതവർ സക്സസ്ഫുള്ളി അച്ചീവ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരുടെ ജീവിതത്തിലും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അതുപോലെ ഗംഗ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അവളുടെ ഒരു ഡെഡിക്കേഷൻ, ആ ഡെഡിക്കേഷൻ്റെ ഒരു റിസൾട്ടാണ് നമ്മളിന്ന് കണ്ട ഈ ഗംഗയുടെ ഈ സ്വപ്നം എന്ന് പറയുന്നത്. എപ്പോഴും അവൾക്ക് അവളുടെ പ്രിയപ്പെട്ടവരെ ഒരു സേഫ് സോണിൽ എത്തിക്കണമെന്നായിരുന്നു. അപ്പോൾ അവളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവൾ ചെയ്തൊരു കാര്യമാണ് ഈ ഒരു സക്സസ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഇത് അവളുടെ ജീവിതത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ദിവസമായിരിക്കും. ഇനി ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് അവൾ എത്തിപ്പെടാനുണ്ട്. അതൊക്കെ എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്താ പറയുക, അവൾ പോയ സ്ട്രഗിൾസ്, ഗംഗ അനുഭവിച്ച സ്ട്രഗിൾസൊന്നും എല്ലാത്തൊന്നും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് അവൾ ഇത്രയും ആക്കിയെടുത്തത്. ഐ ഫീൽ വെരി പ്രൗഡ്. ആസ് എ സിസ്റ്റർ ഐ ഫീൽ വെരി പ്രൗഡ് ആൻഡ് ഹാപ്പി. ഇന്നിവിടെ വന്നപ്പം ഭയങ്കരമായിട്ട് പണ്ടത്തെ ഗംഗയും പണ്ടത്തെ അവൾ പോയിക്കൊണ്ടിരുന്ന സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നപ്പോൾ ഐ ഫീൽ വെരി പ്രൗഡ്, വെരി ഹാപ്പി. She finally made it. So very happy for that. ഇത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞ കാര്യം. ഇന്നെനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. ആസ് എ ഫ്രണ്ട് ഞാൻ ഭയങ്കര പ്രൗഡാണ്. അവൾ ഒരിക്കലും ഇത് വയ്ക്കത്തില്ല എന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ ഒരു ടൈമിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു അവൾ നല്ല രീതിക്ക് നല്ല വീടൊക്കെ വെച്ച് ഇതാവുമെന്ന്. അവളുടെ യൂട്യൂബിൽ ബിഗിനിങ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല രീതിക്കൊക്കെ വർക്കൗട്ട് ആവുമെന്ന്. പക്ഷേ പണ്ട് ഞങ്ങൾ ഒരിക്കലും ഇത് സ്വപ്നം കണ്ടിരുന്നതല്ല, ഇത്രയും നല്ല വീടൊക്കെ വയ്ക്കുമെന്നും ഇത്രയും നല്ല ഹൗസ് വാമിങ്. ഒരാൾ പോലും കുറ്റം പറയുന്ന ഒരു ഹൗസ് വാമിങ് ആയിരുന്നില്ല ഇവിടെ നടന്നത്. ഇത്രയും നല്ല ബിഗ് ഭയങ്കര വലിയൊരു ഫങ്ഷനായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അവൾക്ക് എല്ലാം ലൈഫിലെല്ലാം സാധിക്കട്ടെ, എല്ലാം നടക്കട്ടെ, അവൾ വിചാരിക്കുന്നതെല്ലാം നേടാൻ പറ്റുമോ അവൾക്ക്. അവൾ ഭയങ്കര നല്ല അംബീഷ്യസ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അവൾക്ക് എല്ലാം നടക്കട്ടെ. ഞാൻ ഭയങ്കര പ്രൗഡാണ്, ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഭയങ്കര പ്രൗഡാണ്. എൻ്റെ കൊളീഗ്സ് എല്ലാം അവളുടെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്. പിന്നെ ഭയങ്കര അഭിപ്രായമൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം സോ ഓൾ ദി ബെസ്റ്റ് ഗംഗ. ഞാനും ഗംഗയും ഉള്ള ഫ്രണ്ട്ഷിപ്പ് കോളേജിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ടൈം മുതലേ അറിയാം. അപ്പോൾ അവളുടെ സ്ട്രഗിൾസും കാര്യങ്ങളും എല്ലാം അറിയാമെന്നുള്ളതാണ്. യൂട്യൂബ് ഫാമിലി സ്റ്റാർട്ട് ചെയ്തതും അപ്പോഴവളുടെ ഫുൾ ജേണിയും ഞങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു വീട് വെച്ചതും ഇങ്ങനെ ആ ഒരു പേഴ്സണൽ ഗ്രോത്ത് കാണുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പ്രൗഡാണ്. ഗംഗയ്ക്ക് ഇനിയും ഹൈറ്റ്സ് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. വെരി പ്രൗഡ് ഓഫ് യു, വെരി ഹാപ്പി ഫോർ യു. ഒരുപാട് ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റിലാണ് നിൽക്കുന്നത്. ഇന്ന് ഗംഗയുടെ ഡ്രീം കം ട്രൂ മൊമെൻ്റാണ്. അവൾ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് സ്വപ്നം കണ്ട് വെച്ചൊരു വീടാണിത്. അവൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറേ സ്റ്റോറീസൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കോളേജ് തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അടിപൊളി വീട്, നല്ല വീട്. അവർ ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഇനിയും ഒരുപാട് ഉയരത്തിലെത്തട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വീടിൻ്റെ പേരാണ്. ആ 3 പേരും കൂടെ ചേർന്ന ഒരു വലിയൊരു കുടുംബം. ഇങ്ങനെ ഒരു പ്ലോട്ടിൽ ഒരു വീട് വയ്ക്കുന്നത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പ്ലോട്ട് കിടക്കുന്ന അങ്ങനെ ഒരു ഷേപ്പിലാണ്. കാരണം നമുക്ക്
ഫൗണ്ടേഷൻ ആയാലും ബാക്കി കാര്യങ്ങളായാലും നമുക്ക് കുറച്ച് ടാസ്ക് ആയിരുന്നു. പിന്നെ വേറെന്ത് പറയാൻ, നമ്മളുടെ ആ ഒരു സ്ട്രക്ചറൽ പ്ലാനിങ് എല്ലാം കൊണ്ട് ഇപ്പോൾ കണ്ടു വീട് ഈ ഒരു നിലയിലെത്തിയിട്ടുണ്ട്. സോ ഞാനും ഗംഗയും തമ്മിലൊരു യൂട്യൂബ് വഴിയുള്ള കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിക്കുള്ളൊരു ബന്ധമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് ഏകദേശം ഒരു 2-2.5 വർഷത്തെ പരിചയമുണ്ട് ഞങ്ങൾ തമ്മിൽ. അന്നോട്ട് അവൾ പറയാം അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വീട്, അവളുടെ വീട് എന്ന് പറഞ്ഞൊരു സ്വപ്നമായിരുന്നു. അപ്പോൾ ആ വീട് എന്ന് പറഞ്ഞ സ്വപ്നം അവൾ പറഞ്ഞു തുടങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അടുത്ത് ഒരുപാട് സജഷൻസ് ചോദിക്കുമായിരുന്നു വീട് എങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇൻറ്റീരിയർ ഡിസൈനറാണെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സജഷൻസ് ചോദിക്കുമായിരുന്നു, എങ്ങനെ ചെയ്യണം, ഇത് എങ്ങനെ പ്ലാനിങ് എങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് സിവിൽ എഞ്ചിനീയറാണ്, അവൻ അക്ഷയ് ഞാനത് അവനെ കണക്ട് ചെയ്ത് കൊടുത്തു അവൾക്ക്. അത് കഴിഞ്ഞ് ഇൻറ്റീരിയർ ആര് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഓഫ് കോഴ്സ് ഞാൻ ഇൻറ്റീരിയർ ഡിസൈനർ ആണല്ലോ. അങ്ങനെ ഞാൻ ഒരു ഇങ്ങനെ മിനിമലായിട്ടൊരു ഭയങ്കര ആർഭാടമാവരുതെന്ന ഭയങ്കര സിമ്പിളും ആവാത്ത ഒരു മിനിമൽ ലെവലിൽ നിൽക്കുന്ന ഒരു ഡിസൈൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് ഒരു ഡിസൈനൊക്കെ ചെയ്തു. ഇന്ന് അതെല്ലാം നമ്മൾ ചെയ്ത് ഫൈനൽ ചെയ്ത് കാണുമ്പോൾ ഒരു സന്തോഷം. അവളുടെ ഒരു സ്ട്രഗ്ലിങ് ലൈഫ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ അതിൽ ഞാനും ഒരു പാർട്ടായതിൽ ഐ എം വെരി ഹാപ്പി. ഇന്ന് വീട് പാല് കാച്ചൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഇത് ഇൻറ്റീരിയർ ഉൾപ്പെടെ ഇൻറ്റീരിയറും വീടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, വന്ന് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സോ ഞങ്ങളും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു, എല്ലാവരും ഹാപ്പിയാണ്. അവളുടെ ഈ സക്സസ്സിലും എല്ലാവരും ഹാപ്പിയാണ്. സോ ഇനിയും ഒരുപാട് ഇതുപോലത്തെ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സോ വെരി ഹാപ്പി ഫോർ യു. അങ്ങനെ പാല് കാച്ചൊക്കെ കഴിഞ്ഞ് എല്ലാവരും വൈബൊക്കെ അടിച്ച് സന്തോഷിച്ച് ഒരുപാട് കാര്യമൊക്കെ പറഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി. ഇനിയിപ്പോൾ നമുക്കിവിടെ ചെറിയൊരു പൂജയൊക്കെ ഉണ്ട്. ഞാൻ രാവിലെ പറഞ്ഞില്ലേ പൂജയൊക്കെ ഉണ്ട്. അപ്പം സത്യം പറഞ്ഞ ഗൈസ് എനിക്കിപ്പോഴും ഞാൻ അവിടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഒരു വീട് അത്ര ഉള്ളു, അല്ലാതെ എനിക്കിപ്പോൾ നമ്മൾ വെച്ച വീടാണ്, നമ്മളെ വീടാണ്, അങ്ങനെ എനിക്കൊരു ഫീലിങ്സ് വരണില്ല. എനിക്ക് മേ ബി അത് നമ്മൾ സ്ഥിരം ഇവിടെ താമസിക്കുമ്പോൾ നമുക്ക് യൂസ്ഡ് ആകുമ്പോൾ നമുക്ക് തോന്നുമായിരിക്കും അയ്യോ നമ്മളിതാ വേറെ വീട്ടിലാണെന്ന് തോന്നുമായിരിക്കും. സീരിയസ്ലി ഗൈസ്, ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് പറഞ്ഞാൽ 1 ദിവസം 2 ദിവസമൊന്നുമല്ല, ഒരുപാട് വർഷത്തെ കാത്തിരിപ്പാണ്. പിന്നെ എനിക്കിന്ന് അടിപൊളിയായിട്ട് ഉറങ്ങണം. ഉറങ്ങിയിട്ടുണ്ട്, ഞാൻ ഉറങ്ങിയില്ല എന്നല്ല, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പേടി കാണുമല്ലോ, നമുക്കൊരു ടെൻഷനും ഒക്കെ കാണുമല്ലോ. എനിക്കാണെങ്കിൽ ടെൻഷൻ വന്നാലും സങ്കടം വന്നാലും സന്തോഷം എന്തായാലും എൻ്റെ മുഖത്ത് അറിയാൻ പറ്റുന്ന ഒരാളാണ് എൻ്റെ മുഖം എന്ന് പറയുന്നത്. എല്ലായിടത്തും അല്ല, എനിക്ക് അത്രയും പ്രിയപ്പെട്ടവരടുത്ത് ഞാൻ എക്സ്പ്രസ് ചെയ്യും എന്നുള്ളതാണ്. സോ അങ്ങനെ പിന്നെ എല്ലാവരും വന്നു, കാർത്തികേട്ടൻ വന്നു, അച്ഛനും അമ്മയും വന്നു, പിന്നെ പാർവതി ചേച്ചി, നന്ദു ചേട്ടൻ, പുട്ടുകുറ്റി, അങ്ങനെ നമുക്കിങ്ങനെ ഡീപ്പായിട്ടുള്ള കുറച്ച് ആൾക്കാർ, ആനന്ദേട്ടൻ, അങ്ങനെ കൊച്ചെറുക്കൻ, അങ്ങനെ എല്ലാവരും വന്നപ്പോൾ സന്തോഷമായി. അപ്പം ഇപ്പം നമ്മുടെ പ്ലാൻ എന്ന് പറയണത് നമ്മൾ പാല് കാച്ചിപ്പോൾ ചെറിയൊരു ഫങ്ഷനായിരുന്നു. കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫാമിലിയും പിന്നെ കുറച്ച് അടുത്തായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സും മാത്രം. ഇനിയിപ്പം ഞാനൊരു ഫങ്ഷൻ കൂടെ വച്ചിട്ടുണ്ട്, എല്ലാവരെയും കൂടെ വെച്ചിട്ട്. കാരണം എനിക്ക് അത്യാവശ്യം നല്ല ഫ്രണ്ട്സുണ്ട്, വേറെ കുറച്ച് ഇതൊക്കെ ഉണ്ടുകൊണ്ട് അങ്ങനെ ഒരു ഫങ്ഷൻ കൂടെ വച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ പരിപാടിയും കൂടെ വേറൊരു ദിവസത്തേക്കാണ് വച്ചേക്കണത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ വയ്യാതാണ്. ഇപ്പോഴും ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ എൻ്റെ റൂമിൽ ഇരുന്നാണ് വീഡിയോ എടുക്കണം. പക്ഷേ ഇതെൻ്റെ റൂമാണല്ലേ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നൊരു തീ ഇങ്ങനെ കത്തണുണ്ട്. അല്ലെങ്കിൽ ഒരു പണ്ട് വീട്ടിൽ പ്രേമമൊക്കെ തൂക്കണ സമയത്ത് നമുക്ക് ടെൻഷൻ ഉണ്ടല്ല, അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടല്ല, അങ്ങനെ എന്തൊക്കെ ഒരു സാധനം എനിക്ക് ഇവിടെ നിന്ന് വരണുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, സത്യം എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് പറഞ്ഞുതരാൻ അറിഞ്ഞുകൂടാ ഇപ്പോഴത്തുള്ളൊരു ഇതെന്ന് പറയണത്. അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട്. അത്യാവശ്യം എല്ലാവരും കൂടെ നിന്ന്, ഇപ്പം സങ്കടം കേൾക്കാനായാലും പ്രശ്നം പറയാനായാലും എല്ലാത്തിനും കൂടെ നിന്ന്, എല്ലാവരും കൂടെ നിന്ന്, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം അരവിന്ദെല്ലാം ഞാൻ അവരിങ്ങനെ പുകഴ്ത്തി പറയണല്ല, പക്ഷെ അരവിന്ദായാലും അക്ഷയായാലും എല്ലാ കാര്യത്തിനും കൂടെ നിന്ന്. ഇപ്പം അരവിന്ദാണ് എനിക്ക് അക്ഷയ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഒന്നും ചെയ്യണ്ട, അവൻ എല്ലാ കാര്യവും സെറ്റ് ചെയ്ത് എനിക്ക് തന്നു. അതൊക്കെ ഭയങ്കര ഭാഗ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യണം. കാരണം നമുക്ക് നല്ല ഫ്രണ്ട്സിനെ പോലെ നിന്ന് എല്ലാം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. ഇപ്പം അരവിന്ദൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇൻറ്റീരിയർ എനിക്ക് ഇത്രയാണ് എൻ്റെ എമൗണ്ട്, എനിക്കിതിൽ കൂടുതൽ എമൗണ്ട് ഒന്നും ഇല്ല, ഞാൻ ഒരു ബഡ്ജറ്റ് പറഞ്ഞ് എനിക്ക് അതിനനുസരിച്ച് എല്ലാം സെറ്റ് ചെയ്തെന്ന്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്.
പിന്നെ നമ്മുടെ വീട്ടുപേര്, അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ഫാമിലി പറഞ്ഞു തന്ന പേരാണ് ഞാൻ ഇട്ടത്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ഒരു 15 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആദ്യത്തെ ആ കമൻറ്റ് സദ്ഗമയ എന്ന് പറഞ്ഞ കമൻറ്റ് എന്നപ്പം തന്നെ സത്യമല്ല എനിക്കത് എടുക്കണമെന്ന് എന്തോ തോന്നി. എനിക്കത് എന്തോ പിന്നെ നമ്മളെ ഫാമിലി എന്ന് ഒരാളോട് പറഞ്ഞപ്പം എനിക്ക് കുറച്ചുകൂടെ സന്തോഷമായി. അത്രയൊക്കെയാണ് കാര്യങ്ങൾ. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് എല്ലാത്തിനും കൂടെ നിന്നതിനും സപ്പോർട്ട് ചെയ്തതിനും എല്ലാത്തിനും. അതേപോലെ ഇനി എന്നും കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ പറയുക, ഞാൻ എപ്പോഴും ഇപ്പം ഞാൻ വീട് വെച്ചെന്നും പറഞ്ഞ് ഞാൻ മാറാനൊന്നും പാടില്ല. ഞാനെന്നും പഴയ ഞാൻ തന്നെ ആയിരിക്കും. സോ ഗൈസ്, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.